യുവവാണി. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, യുവവാണിയുടെ പുത്തൻ പുതിയൊരധ്യായത്തിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്നത്തെ യുവവാണിയിൽ പ്രിയ ശ്രോതാക്കൾക്കായി ഉൾപ്പെടുത്തിയിരിക്കുന്നത് ജിതിൻ ബിജു അവതരിപ്പിക്കുന്ന കവിത, ലളിതഗാനം, അക്സാമരിയ എഴുതി അവതരിപ്പിക്കുന്ന കഥകൾ, ലളിതഗാനം എന്നിവയാണ്. അക്സാമരിയ അവതരിപ്പിക്കുന്ന ലളിതഗാനം കേൾക്കാം. കുരുത്തോല കൊണ്ടു ഞാൻ കിനാവിൽ നിന്നും ഒരു നല്ല കിളിച്ചന്തം മെടഞ്ഞുണ്ടാക്കി, അതിലെൻ്റെ ഹൃദയം ഞാൻ ഒളിച്ചു വെച്ചു, അതിനൊന്നു മിടിക്കുവാനിടം കൊടുത്തു. ഇളം ചുണ്ടുകൾക്കു സ്വയം മറന്നു പാടാൻ മുളം തണ്ടിൻ മധുവൂറും സ്വരം കൊടുത്തു. അകലെയങ്ങാകാശം നിറഞ്ഞു കാണാൻ അകക്കണ്ണിൻ നിലാപക്ഷം കടം കൊടുത്തു. ഒടുവിലെൻ മനസ്സൊന്നു കൊടുത്ത നേരം പൊടുന്നനെ അതിൻ ചിറകനങ്ങിപ്പോയി. അറിയാതെ അതു പൊങ്ങി പറന്നു പോയി, അനന്തമാം വികായസിൽ അലിഞ്ഞു പോയി. കുരുത്തോലക്കിളി പിന്നെ തിരിച്ചു വന്നെൻ ഹൃദയത്തിൽ കൂടുകൂട്ടി ഒളിച്ചിരുന്നു. ഇന്നതാണെൻ മനസ്സിൻ്റെ തളിർച്ചില്ലയിൽ ഇരുന്നേതോ മൃദുരാഗം ശ്രുതി മീട്ടുന്നു. ജിതിൻ ബിജു അവതരിപ്പിക്കുന്ന ലളിതഗാനം. നീലരാവിൻ ജാലകപ്പാളികൾ മെല്ലെ മെല്ലെ തുറന്നു. നീലരാവിൻ ജാലകപ്പാളികൾ മെല്ലെ മെല്ലെ തുറന്നു. മതിലേക ചിരി തൂകും മാനത്തെ മുറ്റത്ത്, മതിലേക ചിരി തൂകും മാനത്തെ മുറ്റത്ത് താരക സുന്ദരി നിന്നു. നീലരാവിൻ ജാലകപ്പാളികൾ മെല്ലെ മെല്ലെ തുറന്നു. പ്രിയതരമാമൊരു ഗസലിൻ്റെ ഓർമ്മയായി മുല്ലതൻ മുട്ടുവിടർന്നു. പ്രിയതരമാമൊരു ഗസലിൻ്റെ ഓർമ്മയായി മുല്ലതൻ മുട്ടുവിടർന്നു. കാറ്റുകൾ കൈകളിൽ ഏന്തിയ പൂമണം, കാറ്റുകൾ കൈകളിൽ ഏന്തിയ പൂമണം കാവുകൾ നീളെ പടർന്നു. നീലരാവിൻ ജാലകപ്പാളികൾ മെല്ലെ മെല്ലെ തുറന്നു. നീലരാവിൻ ജാലകപ്പാളികൾ മെല്ലെ മെല്ലെ തുറന്നു. നാണം പടർന്നൊരി കായലിൻ നെഞ്ചകം
പ്രേമാർദ്രമായി തളർന്നു. നാണം പടർന്നൊരി കായലിൻ നെഞ്ചകം പ്രേമാർദ്രമായി തളർന്നു. കളകള നൂപുര മുഖരിത പുളിനങ്ങൾ കളകള നൂപുര മുഖരിത പുളിനങ്ങൾ ലാസ്യമദാലസമായി നീലരാവിൻ ജാലകപ്പാളികൾ മെല്ലെ മെല്ലെ തുറന്നു. നീലരാവിൻ ജാലകപ്പാളികൾ മെല്ലെ മെല്ലെ തുറന്നു. മതിലേക ചിരി തൂകും മാനത്തെ മുറ്റത്ത് മതിലേക ചിരി തൂകും മാനത്തെ മുറ്റത്ത് താരക സുന്ദരി നിന്നു. നീലരാവിൻ ജാലകപ്പാളികൾ മെല്ലെ മെല്ലെ തുറന്നു. അക്സാമരിയ എഴുതി അവതരിപ്പിക്കുന്ന കഥ ചിത. കത്തിയിരുന്ന് ചിതയ്ക്കു മുമ്പിൽ ശബ്ദിക്കാൻ കഴിയാതെ നിശ്ചലനായി നിന്ന് കഴിഞ്ഞുപോയ കുറേ വർഷങ്ങളെ ഓർത്തെടുക്കാൻ ശ്രമിക്കുകയാണ് ശരത്. കോളേജിലെ മനോഹരമായ കാലം. വാഗമരത്തിൻ്റെ ചില്ലയിലെവിടെയോ പൂവിട്ട മനോഹര പുഷ്പം പോലെ തൻ്റെ ഹൃദയത്തിൻ്റെ യുവത്വ തളിർപ്പിൽ പൂവിട്ട പെൺകുട്ടിയായിരുന്നു റീന. കത്തിയെരിയുന്ന സിഗരറ്റിൻ്റെ അസഹനീയമായ ഗന്ധത്തിനിടയിലും പ്രണയ സൗരഭ്യം നിറച്ചവൾ. സിഗരറ്റിൻ്റെ എരിഞ്ഞ കുറ്റിയിൽ തുടങ്ങിയതാണ് അവരുടെ പ്രണയവും. കാണാൻ അത്ര കണ്ട് ഭംഗിയൊന്നും ഇല്ലാതിരുന്നിട്ടും റീനയെ സ്നേഹിക്കാൻ കാരണം അവൾ പാശ്ചാത്യ നാട്ടിൽ നിന്ന് പറന്നിറങ്ങിയ ഒരു പരിഷ്കാരി പക്ഷിയായിരുന്നു. അവൻ്റെ ദുശീലങ്ങൾക്കെല്ലാം തിരിയും പിടിച്ച് കൂട്ടുനിന്നവൾ. മുന്തിയ ബ്രാൻഡ് മദ്യം വിഴുങ്ങിയില്ലെങ്കിൽ മാത്രം പരാതി പറഞ്ഞവൾ. ഇടയ്ക്കിടെ പരസ്പരം കൈമാറുന്ന ചുംബനങ്ങൾക്ക് ലഹരിയുടെ ചവർപ്പുണ്ടായിരുന്നു. അവരുടെ പ്രണയവും ലഹരിയുടെ കടന്നുകയറ്റവും ദിനം പ്രതി വർദ്ധിച്ചു. ബിരുദാനന്തരം അവൾ വീണ്ടും വിദേശത്തേക്ക് പറന്നു. അതൊരു തിരിച്ചുവരവിന് വേണ്ടിയായിരുന്നില്ല. മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും കാമത്തിൻ്റെയും ലോകത്ത് വേറെ കൂട്ടാളികളെ തേടിയുള്ള യാത്ര. ശരത്ത് ഇടയ്ക്കൊക്കെ മദ്യക്കുപ്പികൾക്കിടയിൽ നിന്ന് അവളുടെ ഓർമ്മകളിലേക്ക് ഉളിയിടും. അപ്പോൾ വെറുതെ സോഷ്യൽ മീഡിയയിൽ അവളെ തിരയും. കാരണം തൻ്റെ ലഹരിയോടുള്ള പ്രണയത്തെയും വളർത്തിയത് അവളാണല്ലോ. 1 വർഷം പിന്നിട്ടു. റീന മടങ്ങി വന്നില്ല. മെസ്സേജുകളും ഫോൺ കോളുകളും ഇല്ല. ശരത്തിൻ്റെ മാനസിക നില തെറ്റി. വീട്ടിൽ അമ്മയും +2 പഠിക്കുന്ന അനിയത്തിയും മാത്രം. അവനെ ഉപദേശിച്ച് നേരെയാക്കാനോ നല്ല വഴി പറഞ്ഞു കൊടുക്കാനോ ആരുമില്ല. പറഞ്ഞു കൊടുത്താൽ നന്നാകുന്നവനുമല്ല. ചന്തു മോനെ, നീ ഇങ്ങനെ നടന്നാൽ. അമ്മയുടെ വാക്ക് മുഴുവിപ്പിക്കും മുമ്പ് ശരത്ത് അമ്മയുടെ തലമുടി കുത്തിന് പിടിച്ചിരുന്നു. കരഞ്ഞുകൊണ്ട് ഓടി വന്ന കൂടപ്പിറപ്പിനുമേൽ സിഗരറ്റ് കുറ്റികൊണ്ട് പൊള്ളലേൽപ്പിച്ചു. പൊള്ളിയ നീറ്റലിനേക്കാൾ അവളുടെ മനസ്സിനെ നീറിച്ചത് ഏട്ടൻ്റെ മാറ്റമായിരുന്നു. അച്ഛൻ അവരുടെ ചെറുപ്പത്തിലേ മരിച്ചതാണ്. പിന്നീട് കുഞ്ഞനുജത്തിയെ കൊണ്ടു നടന്നതും തൻ്റെ കൊതിയെ അടക്കിപ്പിടിച്ച് അമ്മ വല്ലപ്പോഴും വാങ്ങിത്തരാറുള്ള മിഠായികൾ സ്നേഹത്തോടെ കൊടുത്തതും പോരായ്മകൾ പറഞ്ഞ് ചിണുങ്ങുമ്പോൾ സമാധാനിപ്പിച്ചതും ഏട്ടനാണ്. കാലങ്ങൾ കടന്നുപോയി. ലഹരിയുടെ കരങ്ങൾ അവനെ ഇറുകെ പുണർന്നു. വിശപ്പും ദാഹവുമില്ല. അമ്മയുടെയും അനുജത്തിയുടെയും ജീവിതം വിഷക്കുപ്പിയുടെ അടപ്പ് തുറക്കുന്നിടം വരെ മാത്രമേ അവശേഷിച്ചിരുന്നുള്ളൂ. പട്ടിണി കിടന്ന് മരിക്കുന്നതിലും ഭേദമല്ലേ നേരത്തെ ജീവിതം അവസാനിപ്പിക്കുന്നത്. ഇതൊന്നും കാണുകയും വേണ്ടല്ലോ. ചിതയുടെ കോണിലെവിടെയോ കുഞ്ഞനുജത്തിയുടെ കയ്യിൽ കെട്ടിയിരുന്ന ചരട് കിടന്നിരുന്നു. അവസാന കനൽ എരിഞ്ഞു തീർന്നപ്പോഴാണ് ചെയ്ത കൂട്ടിയ പാപാഗ്നിയെപ്പറ്റി ബോധവാനായത്. കുറ്റബോധത്തിൻ്റെ നീർച്ചാലിൽ വീണപ്പോഴേക്കും ഉറ്റവർ മാഞ്ഞുപോയി. ഉറ്റവരെന്ന് പറയാൻ ആരുമില്ല. ഒന്ന് നെഞ്ചോട് ചേർത്ത് നിർത്താൻ പോകുന്ന ബന്ധമുള്ള ആരും തന്നെയില്ല. റീന തന്നെ ലഹരിക്ക് അടിമപ്പെടുത്താൻ വന്നവൾ മാത്രമായിരുന്നു. ഒരിക്കലെങ്കിലും ചെയ്യരുതെന്ന് വിലക്കിയിരുന്നെങ്കിൽ എല്ലാവരും കൂടെയുണ്ടായിരുന്നേനെ. ചേർത്ത് പിടിക്കാൻ അല്ല, ചേർത്ത് പിടിച്ചവരെ കൂടി അടർത്തി മാറ്റാനായിരുന്നു അവളുടെ വരവെന്ന് ബോധ്യമായി.
ഓർമ്മകളുടെ നരകാഗ്നി ഭേദിക്കാൻ ലഹരിക്ക് പോലും കഴിഞ്ഞില്ല. ശരത്ത് ഭ്രാന്തനായി മാറി. ചുറ്റിലും നടക്കുന്നതൊന്നും അറിയുന്നില്ല. അറിയുന്നെങ്കിലും പ്രതികരിക്കാനാവാത്ത ജീവശവം പോലെ. ഇടയ്ക്കൊക്കെ സ്വബോധത്തിലേക്ക് തിരിച്ചെത്തുമ്പോൾ തുളസിത്തറയിൽ പോകും. കരിയിലകൾ മാറ്റി വൃത്തിയാക്കി അമ്മയ്ക്കും കുഞ്ഞനു ചുറ്റിക്കും ഒരു നെയ്ത്തിരി സമ്മാനമായി നൽകും. കുറേ നേരം സ്തബ്ധനായി നിൽക്കും. അവൾ നട്ട മൂവാണ്ടൻ മാവും തണലായി നിൽപ്പുണ്ട്. എന്തൊക്കെയോ മാവ് സംസാരിക്കുന്നുമുണ്ട്. ശരത്തിനറിയാമായിരുന്നു താൻ ആത്മഹത്യ ചെയ്താൽ ചിതയൊരുക്കാൻ പോലും ആരും വരികയില്ല എന്ന്. അത്രമേൽ എല്ലാവരെയും നഷ്ടപ്പെടുത്തി കഴിഞ്ഞിരുന്നു. ജിതിൻ ബിജു അവതരിപ്പിക്കുന്ന കവിത കേട്ടാലോ? പ്രശസ്ത കവി ശ്രീ പുതുശ്ശേരി രാമചന്ദ്രന്റെ പാവക്കൂത്ത്. അഗ്നിയിലൂടെ മാത്രം സഞ്ചരിച്ചവൾ ഞാനേതഗ്നിയിലിനി ആത്മശുദ്ധി തേടേണ്ടു രാമാ. 7 നാവാലുമെന്നെ ദംശിച്ചു തളർന്നഗ്നി വീണതാണ്. ഇനി ഏതു ശുദ്ധിയോ പരീക്ഷിപ്പൂ. ഇനിയും പരീക്ഷിക്കിൽ അഗ്നിചാരമായി പോമേ. ഇടിമിന്നലായി പൊട്ടിച്ചിതറിപ്പോമേ സൂര്യൻ. ഞാൻ ശപിക്കില്ല, സർവം സഹതൻ മകളല്ലോ സീത. ശുദ്ധരിൽ ശുദ്ധൻ രാമനെന്നറിയുമ്പോൾ ആര്യധർമ്മത്തിൻ വഴിമാറി സഞ്ചരിക്കാത്ത വീരശൂരനാം ജിതേന്ദ്രിയൻ എൻ പ്രിയതമൻ. കളിയായി പോലും പൊളിവാക്കുരിയാടിയിടാത്തോൻ, പരനാരിയെ സ്വപ്നത്തിലുമേ ദർശിക്കാത്തോൻ, കാമജവ്യസനങ്ങളൊന്നുമേശാത്ത സത്യകാമനെ കൊടും കാട്ടിലേക്കയച്ചവരാരെ. രാക്ഷസർ വാഴും ദണ്ഡകാരണ്യത്തിലാവട്ടെ രാമനു വനവാസമെന്നതാരുടെ ബുദ്ധി. രുദിനാനുസാരിയാം കവി ഈ ദയനീയ ദുരിതങ്ങളൊന്നൊന്നായി പകർത്തിപ്പാടിക്കേൾക്കേ. നാളെ മറ്റൊരു കവി പാടിടാം രാമായണം. ജീവിതമൊരു പാവക്കൂത്തിൻ്റെ പാഠാന്തരം. കുലവില്ലുമായി ഇടിമിന്നലായി ഈ ദണ്ഡകവനമാകെ നീ കത്തിജ്വലിച്ചു പായും നാളിൽ നാഥ നിൻ തൃക്കാലടി പറ്റിയെന്നൊഴുകിയൊരേകവേണിയാം കാട്ടുപുഴയെ റന്നുവോ. ഋതുവായതുപോലും ഭർതൃഗേഹത്തിൽ വെച്ചാണതു നാളിൽ ഞാൻ പൊട്ടിക്കരഞ്ഞതോർക്കുന്നീലേ. മൈഥിലി മനോഹരി എന്നു നീ തഴുകിയൻ മെയ്യാകെ കുളിർ കോരിച്ചൊരിഞ്ഞതോർപ്പിലേ. പെറ്റുവീണപ്പോൾ തന്നെ ഭൂമിയിലുപേക്ഷിക്കപ്പെട്ടവൾ, ജനകനാലെടുത്തു വളർത്തവൾ. ഋതുവായിടും മുൻപേ രാജന്യകുമാരൻ്റെ ദൃഢബാഹുക്കൾക്കുള്ളിലായി സമർപ്പിക്കപ്പെട്ടോൾ. പ്രാണനും തൃണമാക്കി ചാരിത്രം സംരക്ഷിച്ചോൾ. പ്രാണനാഥന്റെ സന്ദേഹാഗ്നിയിലുരുകിയോൾ. അഗ്നിശുദ്ധയായി തന്നെ മടങ്ങി വന്നെന്നാലും ഗർഭവാർത്തയാൽ വീണ്ടും പരിത്യക്തയായുള്ളോൾ. ഇനി ഏതഗ്നിയിലാണ് ആത്മശുദ്ധി എന്നാഥ. ഇനി ഏദാഹവഹനയാഗ്നിയിലുരുകേണ്ടു.
ഒരു പുത്രനു വേണ്ടി യാഗം ചെയ്തതാണച്ഛൻ, ഇരുപുത്രഗർഭത്തെ ത്യാഗം ചെയ്യുകയോ പുത്രൻ. പെണ്ണ് കണ്ണീരും കൊണ്ടു പിറന്നോൾ ഇവൾക്കുണ്ടോ മണ്ണടിവോളം മണ്ണിലിത്തിരി മനസ്വാസ്ഥ്യം. കണ്ണീരും കൊണ്ടു പിറന്നോൾ ഇവൾക്കുണ്ടോ മണ്ണടിവോളം മണ്ണിലിത്തിരി മനസ്വാസ്ഥ്യം. ഇന്നത്തെ യുവവാണിയിൽ അവസാനമായി അക്സാമരിയ എഴുതി അവതരിപ്പിക്കുന്ന കഥ ഇമ. ഇമ, നീ എന്താണെന്നും മിണ്ടാതിരിക്കുന്നത്? ഹേമന്ത് ഇടറിയ ശബ്ദത്തിൽ ഇമയോടായി ചോദിച്ചു. ഹേമന്തിന് കാലത്തിന്റെ പ്രവാഹത്തിൽ നിന്ന് വീണു കിട്ടിയ സൗഭാഗ്യമായിരുന്നു അന്ധയായ ഇമ. ജീവിത പ്രയാണത്തിൽ ഒരിക്കൽ പോലും ഇമയുടെ അന്ധത അവനൊരു ഭാരമായി തോന്നിയിരുന്നില്ല. കാരണം അവൻ തൻ്റെ കണ്ണുകളിലൊന്നായി അവളെ കണ്ടിരുന്നു. അതുകൊണ്ട് തന്നെയായിരിക്കാം തൻ്റെ ഒരു കണ്ണ് അവൾക്ക് നൽകാൻ തയ്യാറായത്. ശസ്ത്രക്രിയയെക്കുറിച്ച് ചോദിക്കുമ്പോഴുള്ള മൗനം അവനെ വല്ലാതെ വേദനിപ്പിച്ചു. ഹേമന്ത് കഥയെക്കുറിച്ച് ചോദിക്കുമ്പോഴെല്ലാം അവൾ മൗനത്തിലേക്ക് താഴ്ത്തപ്പെട്ടിരുന്നു. ഒരു മനുഷ്യന് ദൃശ്യാനുഭവം ഉളവാക്കാൻ ഒരു കണ്ണ് മതി. ഒരിക്കൽ ഹേമന്ത് അല്പം കർക്കശത്തോടെ അവളോട് പറഞ്ഞു. നമ്മൾ രണ്ടാണോ? അവൾ ലേശം ലാളിത്യത്തോടെ ചോദിച്ചു. ഇതെന്താ ഇപ്പോൾ ഇങ്ങനൊരു ചോദ്യം? ഹേമന്ത് മനസ്സിൽ കണക്കുകൂട്ടി. നമ്മൾ രണ്ടും രണ്ടാണെങ്കിലല്ലേ രണ്ടുപേർക്കും കണ്ണിൻ്റെ ആവശ്യമുള്ളൂ, അവൾ തുടർന്നു. ഈ ലോകത്തിലെ കാഴ്ചകൾ കാണാൻ നമ്മളിൽ ഒരാൾക്കു മതി കണ്ണുകൾ. അത് ഇരുവർക്കും അനുഭവവേദ്യമാകും. കണ്ണുകൾ, അവൾ പുച്ഛത്തോടെ പ്രതിവചിച്ചു. അവിടെ നിശബ്ദത വേട്ടയാടിയത് അവനെയായിരുന്നു. ഇമ ഇത്തരമൊരു ഉത്തരം തരുന്നതിൻ്റെ പൊരുൾ അവന് മനസ്സിലായിരുന്നില്ല. അവൾ വീണ്ടും ആലോചനയിലാണ്ടു. ചിന്തകളുടെ ലോകത്ത് അവൾ ഒറ്റപ്പെട്ടിരുന്നു. 10 വർഷം മുമ്പുള്ള ഇമയുമായി ഒത്തുള്ള ജീവിതം അമ്പരചുംബിയായ കെട്ടിടത്തിന് മുകളിലിരുന്ന് അവൻ അയവിറക്കുകയായിരുന്നു. ഇമ അവന് നഷ്ടമായ ഉൾക്കണ്ണായിരുന്നു. കാലം അവളെ അവനിൽ നിന്നും അടർത്തി മാറ്റി. അന്ധയായിരുന്നിട്ടും അവൾ ഹേമന്തിൻ്റെ ചെറിയ കാര്യങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നു. ഇന്ന് അവളുടെ അസാന്നിധ്യം അവനെ വേദനിപ്പിക്കുന്നു. അവളുടെ അസാന്നിധ്യത്തിന് കാരണം 10 വർഷം മുമ്പ് അവൾ അവനിൽ നിന്നും മറച്ചുവെച്ച ഒരു മാരക രോഗമായിരുന്നു. പ്രത്യക്ഷത്തിൽ അവൾ ആ വേദന ഉള്ളിലൊതുക്കി. അതിനുകൂടി അവനെ വേദനിപ്പിക്കേണ്ട എന്ന് ഓർത്തിട്ടായിരിക്കാം. വർഷങ്ങൾക്കു ശേഷം അവനത് തിരിച്ചറിഞ്ഞപ്പോഴേക്കും അവൾ അവനിൽ നിന്നും മറഞ്ഞു കഴിഞ്ഞിരുന്നു. സൂര്യൻ കുന്നുകളെ തിലകക്കുറി അണിയിച്ച സായാഹ്നം. എന്നും സൂര്യൻ കിഴക്ക് വെളുക്കുന്നതിനു മുമ്പ് ചടുലതയോടെ എഴുന്നേൽക്കുന്ന അവൾ ഉണർന്നിട്ടുണ്ടായിരുന്നില്ല. ഇമ, അവൻ കുറുകിയ സ്വരത്തിൽ വിളിച്ചു. ഉണർന്നില്ല. അരികിൽ ചെന്ന് കയ്യിൽ പിടിച്ചപ്പോൾ മരവിച്ചിരുന്നു. ഹൃദയത്തിൽ തല ചായച്ചു നോക്കിയപ്പോൾ അത് മിടിക്കുന്നുമുണ്ടായിരുന്നില്ല. ആ ഭയാനക സന്ദർഭത്തിൽ അവന് ഒന്നും പറയാൻ കഴിഞ്ഞില്ല. ശസ്ത്രക്രിയയെക്കുറിച്ച് പറയുമ്പോഴെല്ലാം അവൾ ഹേമന്തിനെ പിന്തിരിപ്പിച്ചത് ഇതുകൊണ്ടാകാം. ഒരു കണ്ണ് ഹേമന്തിൽ നിന്നും സ്വീകരിച്ച് ലോകം കണ്ട് വിട പറയുന്നതിലും നല്ലത് 2 കണ്ണുകളും നൽകി തന്നെ സ്നേഹിച്ച ഹേമന്തിനെ വിട്ടുപിരിയുന്നതാവാമെന്ന് അവൾ കരുതിയിട്ടുണ്ടാവാം. ഇന്ന് ഹേമന്ത് ഒരു ദേശാടന കിളിയെപ്പോലെ പറന്നു നടക്കുകയാണ്. ഈ ലോകം മുഴുവനും ദുഃഖത്തിൻ്റെ അണക്കെട്ടുകൾ നിയന്ത്രണം പൊട്ടി ഒഴുകാറുണ്ടെങ്കിലും കരയാറില്ല. ഒരു പരിഭവം ആരോടും പറയാറുമില്ല. അത് ചിലപ്പോൾ പാഴ്ജൽപ്പനമായി പോയേക്കാം. ഇമ ഹേമന്തിൻ്റെ അകക്കാമ്പിൽ ഒളിച്ചു വെച്ചിരുന്ന നൊമ്പരം. ഇന്നത്തെ പരിപാടികളെല്ലാം ശ്രോതാക്കൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങൾക്ക് എഴുതുക. വിലാസം: യുവവാണി, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി ദേവികുളം 685613. ആകാശവാണി ദേവികുളം സ്പൈസ് FM എന്ന ഫേസ്ബുക്ക് പേജിലേക്കും അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താവുന്നതാണ്. അടുത്ത യുവവാണിയിൽ വീണ്ടും കേൾക്കാം. ആൻഡ് ദിസ് ഈസ് ആഷ് സൈനിങ് ഔട്ട്. യുവവാണി സമാപിക്കുന്നു. നിർവഹണ സഹായം ആഷ്ലി മോൾ M. നിർവഹണം മനീഷ് MP.